ഇന്നിങ്ങനെയാണ് വരുന്നത്. ഇന്നും അങ്ങനെ വന്നാലൊരു കാണാനൊരു മുഞ്ചുണ്ടാവില്ലല്ലോ. മുഞ്ചുണ്ടെങ്കിലും ഞാൻ ഇന്ന് പറയാൻ പോണതേ, ഒരാളെ പറ്റി നമ്മൾ ക്വാളിറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കല്യാണ കലയൊക്കെ പോകുമ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ നല്ല നിസ്കരിക്കാറൊക്കെ ഉണ്ട്, നിസ്കരിക്കുന്ന ആളൊക്കെ തന്നെയാണ്. അപ്പോൾ നിസ്കരിക്കലൊക്കെ ഉണ്ട്. സംഗതി ഒരു ക്വാളിറ്റി ആയിട്ട് പറയുന്നതാണെങ്കിലും സംഗതി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വർത്തമാനകാലത്ത് ഒരു ക്വാളിറ്റിയാണത്. കാരണം നിസ്കരിക്കാത്ത കണ്ടമാന ആൾക്കാരുണ്ടാകുമ്പോൾ അവൻ്റെ ഇടയിൽ അവർക്കിടയിൽ ഒരാൾ നിസ്കരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആയിട്ട് എണ്ണപ്പെടാമെങ്കിലും സത്യത്തിലൊരു ക്വാളിറ്റിയാണ്, ഒരാളെ ക്വാളിറ്റിയാണത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ ക്വാളിറ്റിയാണോ 5 വക്ത് നിസ്കാരം നിസ്കരിക്കുകയാണെന്ന്? ഒരിക്കലുമല്ല. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ്. നിസ്കാരം എന്നുള്ളത് നമ്മൾ നിർബന്ധമായ കാര്യമാണ്, നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് നിസ്കാരം. നമ്മൾ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ വായു ശ്വസിക്കേണ്ട നിർബന്ധമാണ്. അതേമാതിരി നമ്മൾ പഠിച്ചോന് കൊടുക്കേണ്ട ഒരു കാര്യമാണ്, നിർബന്ധമായ കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. 5 വക്ത് നിസ്കരിക്കാറുണ്ടെന്നുള്ള ക്വാളിറ്റി ആയിട്ട് പറയേണ്ടതല്ലേ. പഠിച്ചോനെ നമ്മൾ നിർബന്ധമായി കൊടുക്കേണ്ട കടമയിൽപ്പെട്ട കാര്യമാണത്. ഏതുപോലെയെന്നോ ഉദാഹരണങ്ങളാണല്ലോ നമ്മൾ മെയിൻ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോക്ടർമാരെ പറ്റി പറയാം. ഡോക്ടർ മരുന്ന് കൊടുക്കുന്നുണ്ട്, നല്ല ഡോക്ടറാ അങ്ങനെ പറയുന്നുണ്ടോ? സംഗതി ഡോക്ടറെ കടമയാണ്, ഡോക്ടറെ കർത്തവ്യമാണ് മരുന്ന് കൊടുക്കുക എന്നുള്ളത് രോഗിക്കില്ല. അത് നമ്മളാരും ക്വാളിറ്റി ആയിട്ട് പറയുന്നില്ല. പക്ഷെ ക്വാളിറ്റി പറയത് ഡോക്ടർ നല്ല ഡോക്ടറാണ്, അയാൾ നല്ല നല്ല മരുന്നൊക്കെ അയാൾ കൊടുക്കുന്നുണ്ട്, നല്ല മരുന്ന് അയാൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ, നല്ല ചികിത്സകൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ക്വാളിറ്റി ആയിട്ട് വരും. അതേമാതിരി നിസ്കരിക്കാറൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് പകരം നല്ല നിസ്കാരമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നിസ്കാരക്കാരനെന്ന് പറയുമ്പോൾ അത് മർത്തബം മാറി. അതായത് ഫർദായ നിസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തായ നിസ്കാരങ്ങൾക്ക് നിസ്കരിക്കാറുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അത് ക്വാളിറ്റി ആയിട്ട് വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ 5 വക്ത് നിസ്കാരം എന്നുള്ളത് നമ്മൾ ക്വാളിറ്റി ഒന്നുമല്ല, അത് നമ്മൾ നിർബന്ധമായി നിർവഹിക്കേണ്ട കാര്യമാണ്. അതുമാത്രം നിർവഹിച്ചുകൊണ്ട് സ്വർഗത്തേക്ക് പെട്ടെന്ന് പാഞ്ഞെത്താൻ കഴിയുമെന്നാലും വിചാരിക്കണ്ട. ഈ കാലത്ത് നല്ലോണം ധ്വനിക്കേണ്ടി തന്നെ വരും. കാരണം പറയാലോ, സാഹചര്യം നമ്മുടെ പരിസരമൊക്കെ എങ്ങനെയാണ്. അപ്പം നല്ല മുറുക്കി നിൽക്കാൻ വേണ്ടി വരും. അല്ലെങ്കിൽ നിസ്കാരം കൂടി ഇല്ലേ, നാളെ കയ്യിൻ്റെ വിരൽ കടിച്ച് തേയേണ്ടി വരും. ഒരു ഉപകാരം ഉണ്ടാവില്ല.